മേഴത്തൂർ കിഴക്കേ കോടനാട് ശ്രീ പുതുക്കുളങ്ങര അയ്യപ്പ ഭഗവതി ക്ഷേത്രത്തിൽ 12ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഡിസംബർ 21 മുതൽ 28 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 5-ന് പള്ളിയുണർത്തൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം എന്നിവ നടക്കും. വൈകിട്ട് 5-ന് ഭദ്രദീപ പ്രകാശനം, ആചാര്യവരണം, ദീപാരാധന എന്നിവയുമുണ്ടാകും. തിങ്കളാഴ്ച ശ്രീമദ് ഭാഗവത മാഹാത്മ്യ പാരായണം തുടങ്ങും. 28-ന് ഞായറാഴ്ച സമാപിക്കും. വെൺമണി പരമേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. യജ്ഞദിനങ്ങളിൽ എല്ലാ ദിവസവും 3 നേരം അന്നദാനമുണ്ടാവും. രാത്രി 7 മണി മുതൽ കലാപരിപാടികളും അരങ്ങേറും. ക്ഷേത്രം തന്ത്രി തന്ത്രരത്നം പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരി, സെക്രട്ടറി പി.കെ. സാജൻ, ജോയിന്റ് സെക്രട്ടറി പി. മോഹനൻ, എ. രവീന്ദ്രൻ, പി. രാജൻ, കെ. ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്. ഇന്ന് നമ്മളിവിടെ ഒരു വാർത്താ സമ്മേളനം കൂടിയിരിക്കുന്നത് കിഴക്കേ കോടനാട് ശ്രീ പുതുക്കുളങ്ങര അയ്യപ്പ ഭഗവതി ക്ഷേത്രത്തിലെ 12ാമത് ഭാഗവത സപ്താഹത്തിനെ കുറിച്ച് കൂടുതൽ നാട്ടുകാരിലേക്ക് വിവിധ പ്രദേശങ്ങളിലുള്ളവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണല്ലോ എന്ന് കരുതിയാണ് നമ്മളിവിടെ പ്രസ് ക്ലബ് മീറ്റ് കൂടിയിരിക്കുന്നത്. സപ്താഹം നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചിലവുള്ള കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടു കൂടി നടത്തപ്പെടേണ്ട ഒരു യജ്ഞമാണ്. യജ്ഞം തന്നെയാണ് ഭാഗവത സപ്താഹ യജ്ഞം എന്ന് പറഞ്ഞാൽ. ക്ഷേത്രത്തിലെ 12ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തന്ത്രരത്നം ഇന്ന് ശ്രീ പൊട്ടക്കുഴി നാരായണ നമ്പൂതിരിയുടെ മഹനീയ സാന്നിധ്യത്തിൽ ഈ വരുന്ന ഡിസംബർ 21-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. വെൺമണി പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് 28-ാം തീയതിയോടുകൂടി അത് അവസാനിക്കുകയാണ്. കാലത്ത് പ്രാതലും ഉച്ചയ്ക്ക് വലിയ വിഭവസമൃദ്ധമൊന്നുമല്ലാച്ചാലും ഒരു ഭക്ഷണത്തിനും സൗകര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രി വരുന്നവർക്ക് എല്ലാവർക്കും ഭക്ഷണമുണ്ട്. സപ്താഹം സാധാരണ ഒരു 7 മണിയോടുകൂടി കഴിയും. 7 മണിക്ക് കഴിഞ്ഞാൽ 10 മണി വരെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള വേദിയിൽ ഈ നാട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ വിവിധ കലാപരിപാടികളും പതിവുണ്ട്. ഈ വർഷവും അത് ഉണ്ട്. ഇഷ്ടമാണ് ഭാഗവത സത്രം ആയിട്ട് നടത്തണം എന്നതായിരുന്നു നാട്ടുകാർക്കും ഞങ്ങൾക്കും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നത്. 2 കാരണങ്ങളാണ്: സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സ്ഥലപരിമിതികൾ. ഇത് രണ്ടും പരിഗണിച്ചിട്ടാണ് സത്രം എന്നത് നടത്താൻ സാധിക്കില്ല എന്നും നമുക്ക് സാധാരണ പോലെ ആ ഭാഗവത യജ്ഞം തന്നെ നടത്തിയാൽ മതിയെന്നും തീരുമാനിച്ചത്. പ്രസിദ്ധനായ വെൺമണി ഇല്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് ഇക്കൊല്ലത്തെ യജ്ഞ ആചാര്യനായിട്ട് വരുന്നത്. ഡിസംബർ 21-ാം തീയതി ഞായറാഴ്ച മുതൽക്ക് 28-ാം തീയതി കഴിയും വിധത്തിലാണ് എന്നിവ നടത്തി വരുന്നുണ്ട്. അതിനു പുറമെ ശനിയാഴ്ച ഊട്ട് എന്ന് പറഞ്ഞിട്ട് വളരെ പണ്ട് തന്നെ ഉള്ളതാണ്. ശനിയാഴ്ച ദിവസം വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുക. ഈ നാട്ടിലെവിടെയും അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല, ശനിയാഴ്ച ഊട്ടെന്ന്. അപ്പം അതും ഈ മണ്ഡലകാലത്ത് ഞങ്ങൾ നടത്തിപ്പോരുന്നുണ്ട്. ഒരു ശനിയാഴ്ച, ഈ സപ്താഹത്തിനോടനുബന്ധിച്ച് വരുന്ന ഒരു ശനിയാഴ്ച
ശനിയാഴ്ച ഊട്ടായിട്ട് നടത്തി വരുന്നുണ്ട്. ഈ അമ്പലത്തിന് തെക്കേ ഭാഗത്ത് ഒരു കാഞ്ഞിരത്തറയിൽ ഒരു ഭഗവതിയെ വെറുതെ കുടിവച്ചിരുന്നു. ഈ 2012 കമ്മിറ്റി ഏറ്റെടുത്തതിന് ശേഷം ശ്രീകോവിൽ പണി ചെയ്ത് ആ ഭഗവതിയെ ആ ശ്രീകോവിലിൽ പുനഃപ്രതിഷ്ഠ നടത്തി. ഇപ്പോൾ അയ്യപ്പനും ഭഗവതിക്കും തുല്യ പ്രാധാന്യത്തോടു കൂടിയിട്ട് നിത്യപൂജകളും എല്ലാം നടത്തി വരുന്നുണ്ട്. മീനമാസത്തിൽ അവസാനത്തെ ഞായറാഴ്ച പൂരം ആയിട്ട് നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ അന്ന് പൊങ്കാല നടത്തി വരുന്നുണ്ട്. ദിവസവും